അങ്ങനെ ഞങ്ങൾ പട്ടായയിലെ ഫേമസ് ആയ ടൈഗർ ടോപ്പിയ സഫാരി പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഈ വണ്ടിയിലാണ് കേട്ടോ വന്നത്. ഫോർച്യൂണറിൻ്റെ ഒരു അടിപൊളി വണ്ടിയാണ്. അതുപോലെ തന്നെ വിശാലമായ വലിയ കാർ പാർക്കിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഇതിന് പുറകിലായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഫോറിനേഴ്സ്, നമ്മളെ പോലെയുള്ള ടൂറിസ്റ്റുകളെല്ലാവരും വന്ന വാനുകളാണ് കേട്ടോ ഈ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ടൈഗർ ടോപ്പിയുടെ എൻട്രൻസ് കേട്ടോ. ഇവിടെ ഒരുപാട് പുലികളെയും കടുവകളെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കട്ടോ. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെയും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പ്ലസ് ഗൈഡാണ് കേട്ടോ. മൂപ്പർ തന്നെയാണ് എല്ലാം പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രഷപ്പ് ആകാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ഫ്രഷപ്പ് ആകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ നോക്കിയപ്പോൾ ഒരു ബാത്റൂമുണ്ട്. 2 പേർക്ക് കയറാവുന്ന 2 ബാത്റൂമുണ്ട്. അവിടെ ഷവറും ഡ്രസ് ചേഞ്ചിങ് റൂമും എല്ലാം ആയിട്ട് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതായത് നമ്മളെപ്പോലെയുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടാണ് ഫ്രഷപ്പ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ടൈഗർ ടോപ്പിയിൽ കാഴ്ചകളും സഫാരി എല്ലാം കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് അടുത്ത ഡെസ്റ്റിനേഷൻ പോകും. അങ്ങനെയാണ് പതിവായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഈ പാർക്കിൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ട് അല്ലേ. നല്ല തണലുള്ള മരങ്ങളുടെ താഴെയായിട്ടാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ ഈ പാർക്കും എല്ലാം വരുന്നത്. ഒരുപാട് ബംഗാൾ ടൈഗറുകളെ പാർപ്പിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകൾ ഒരുപാടുണ്ടാകും. എന്തായാലും ആ കാഴ്ചകളിലോട്ട് പോകാം. അപ്പോൾ ഈ കാണുന്നത് ആ റെസ്റ്റോറൻറ്റിന് മുന്നിലുള്ള ബേസിക് ആയിട്ടുള്ള കടകളും അതുപോലെ തന്നെ സ്നാക്സ് എല്ലാം കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ച് വന്നവരുണ്ട്, ഭക്ഷണം കഴിക്കാൻ പോകുന്നവരെല്ലാവരും ഇവിടെ വന്ന് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. നല്ല രസമുണ്ട് അല്ലേ. ഒരു പൂക്കൂട് പോലെ അല്ലെങ്കിൽ ഒരു കിളിക്കൂട് പോലെ ഉണ്ടാക്കിയ ഒരു മരമാണ് കേട്ടോ. ഇത് സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു മരമാണ്. അതിലിങ്ങനെ നിറയെ പൂച്ചട്ടികൾ തൂക്കിയിട്ടിരിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ. അതുകൂടാതെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് വിശാലമായ വലിയൊരു പാർക്കിംഗ്. ഇവിടെ ശുചീകരണ തൊഴിലാളികൾ രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ അവർ ശുചീകരണ വേലകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ബംഗാൾ കടുവയുമായിട്ട് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തരും കേട്ടോ. ഈ കാണുന്നതാണ് ഇൻ്റർനാഷണൽ കുസൈൻ എന്ന് പറയുന്ന നമ്മൾക്ക് ഭക്ഷണം തരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞു പെണ്ണ് കേരളത്തിൽ നിന്ന് വന്നാണെന്ന് തോന്നുന്നു കേട്ടോ. അവൾ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. അവൾക്ക് ഭക്ഷണമൊന്നും ഇഷ്ടപ്പെടാതെ ഫ്രൂട്ട്സ് മാത്രം കഴിക്കണം. ഫ്രൂട്ട്സും ചോക്ലേറ്റൊക്കെയാണ് മിക്കവാറും കുട്ടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ടിക്കറ്റ്. അപ്പോൾ ടിക്കറ്റ് എടുത്തു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നമുക്കായിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. മൂപ്പര് ഇങ്ങനെ രാവിലെ എണീച്ചിട്ട് ഫോണിൽ നിന്ന് ഉള്ള ന്യൂസുകളും ഓരോ കോമഡി വീഡിയോസൊക്കെ ഇരുന്ന് കാണുക. ആൾക്കും സമയം പോട്ടെ. നമ്മൾ വരുന്നത് വരെ ആൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണം നമുക്ക് വേണ്ടിയിട്ട്. ഇത് തന്നെ കേട്ടോ എല്ലാ ഗൈഡും അതുപോലെ തന്നെ ഡ്രൈവേഴ്സിൻ്റെ അവസ്ഥ. നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഭയങ്കര ഡെഡിക്കേഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇവരൊക്കെ. അപ്പോൾ കുറേ പേര് ഇതാ ഭക്ഷണം കഴിച്ചിട്ട് വരുന്നുണ്ട് അകത്തുനിന്ന്. അപ്പോൾ അകത്തുള്ള കാഴ്ചകൾ കാണണം. എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആണുങ്ങളാണ് ഇവിടെ ടൂറിസ്റ്റായിട്ട് വരിക. പിന്നെ ഫാമിലി ആയിട്ടും കുറച്ച് പേര് വരാറുണ്ട്. കാര്യം എന്തെന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ചെടി കണ്ടില്ലേ, ഒരു ഫേണാണ് ഇത്. ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുക കേട്ടോ. വലിയൊരു മരത്തിൽ മാവ് പോലെ ഇരിക്കുന്നുണ്ട് മരം, പക്ഷെ മാവല്ല, വേറെ എന്തോ ഒരു മരം കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ പിടിപ്പിച്ച് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇതെല്ലാം കാഴ്ചകളൊക്കെ ഉണ്ട്. വെയിറ്റ് ചെയ്ത് മതിയേ. നമ്മളിപ്പോൾ എന്തിനാണ് വെയിറ്റ് ചെയ്യണമെന്നല്ലേ. അതായത് സ്ത്രീകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ മേക്കപ്പും അവരുടെ ഫ്രഷപ്പും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് സമയവും. അങ്ങനെ നമ്മൾ അവസാനം അതെല്ലാം കഴിഞ്ഞതാ അകത്ത് കയറിയിട്ടോ. വിശാലമായ ഒരു ഡൈനിങ് ഹാളാണ്. അവിടെ ബഫേ സിസ്റ്റമാണ് നമുക്കുള്ളത്. ഇഷ്ടമുള്ള എടുത്ത് കഴിക്കാം കേട്ടോ. എത്ര വേണമെങ്കിലും കഴിക്കാം. വെജും നോൺ വെജും 2 സൈഡിലായിട്ട് തിരിച്ചിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ച നല്ല റൂമാണ് കേട്ടോ. അപ്പം നമുക്ക് ബഫേ സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ടെന്ന് കാണാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഞാൻ ഓടിച്ച് കാണിച്ചു തരാവേ. ഇന്ത്യൻ ഫുഡുകളും അതുപോലെ തന്നെ ഇവിടുത്തെ തായ് ഫുഡുകളും ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇന്ത്യൻ കസ്റ്റമേഴ്സാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരിക എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഫുഡ് അവർ സെർവ് ചെയ്യുന്നത്. നമ്മൾ അധികം എടുത്തില്ല, എന്നാലും ആവശ്യത്തിനുള്ള ഇന്ത്യൻ ഫുഡും എടുത്തു. പിന്നെ അതുകൂടാതെ കുറേ ഫ്രൂട്ട്സുമാണ് കേട്ടോ നമ്മൾ എടുത്തത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് കേടുവരുത്താതെ നോക്കണം. നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ വയറ് കേടുവരുത്തേണ്ടെന്ന് വരുത്തിയിട്ടാണ് നമ്മൾ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുന്നത്. അതുകൂടാതെ ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് കാണാവുന്ന കാഴ്ചകൾ കേട്ടോ ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് നേരെ താഴത്ത് ടൈഗേഴ്സ് ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ 2 സൈഡും ടൈഗേഴ്സിനെ സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഇട്ട റൂമിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ പുറത്ത് അത് കൂടുതൽ സേഫായിട്ട് കിടക്കും. ഈ ടൈഗറൊക്കെ പറയുന്നത് ബംഗാൾ ടൈഗർ കേട്ടോ. നല്ല സൈസുള്ള ടൈഗറാണ്. നന്നേ അവർ പ്രിസർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഗ്ലാസ് ഇട്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അപകടകാരികളാകാൻ സാധ്യതയുണ്ട്. ഇതിലൂടെ ചാടിയൊക്കെ വന്ന നമ്മൾ പിടിച്ച് തിന്നാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ അവരങ്ങനെ ഗ്ലാസ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചു. അപ്പം നമ്മൾ ഈ പോയിന്റിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ബഗ്ഗി കാറുകൾ ഒരുപാടെണ്ണം വരും. അപ്പോൾ അതിൽ കയറിയിട്ട് നമ്മൾ തിരിച്ച് ഇനി പാർക്ക് കാണേണ്ട കാഴ്ചകളായിരിക്കും. സഫാരി പാർക്ക് പോലെ ചെറിയ ഈ ബഗ്ഗിൽ കൊണ്ടുപോയി നമ്മൾ ഈ
കാണുന്ന ബംഗാൾ ടൈഗറുമായിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഷോസൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അതിനായിട്ട് വെയിറ്റിംഗ് ആണ്. നമ്മൾ മാത്രം പോയാൽ പറ്റില്ലല്ലോ. നമ്മുടെ ബഗ്ഗിയിൽ ആവശ്യത്തിന് ആൾക്കാർ നിറഞ്ഞാൽ മാത്രമേ ആ ബഗ്ഗി എടുക്കുള്ളൂ. ഏതാണ്ട് ഒരു 3-4 ബാച്ചെങ്കിലും ഉണ്ടാവണം. 2 പേരിനെ വെച്ചുള്ള എന്തായാലും ബാച്ച് കിട്ടിക്കഴിഞ്ഞാൽ എന്നാലേ അവർ നീങ്ങുള്ളൂ. അപ്പം നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് തന്നിട്ട് നമ്മൾ ആ സ്റ്റിക്കർ വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത്. നമ്മൾ ആ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ എവിടെ പോയാലും ആ എൻട്രി അതാണ് കാണിക്കുന്നത്. അപ്പം നമ്മളങ്ങനെ വെയിറ്റിംഗ് ആണ്. നമ്മളുടെ വണ്ടിയിൽ വേറെ ആരെങ്കിലും കയറുമോ നോക്കട്ടെ. കയറിയില്ലെങ്കിൽ നമുക്ക് എടുത്തു പോകാൻ പറഞ്ഞാൽ അവർ പോയിക്കോളും. പക്ഷെ എന്നാലും കുറച്ച് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കണേ. 250 ഭാഗത്താട്ടോ ഒരാൾക്ക് ടിക്കറ്റ് ഇവിടെ വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഒപ്പം വേറൊരു ഫാമിലി കൂടി കയറിയപ്പോൾ ഈ ബഗ്ഗി നിറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വണ്ടി എടുത്തിട്ട് പോകും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ ഒരു റൗണ്ട് പോയിട്ട് വരും. അതായത് ആ റൗണ്ടിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്. ഏതാണ്ട് ഒരു അര ദിവസം കാണേണ്ട കാഴ്ചകളുണ്ട് കേട്ടോ ഇവിടെ. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്ന ഗേറ്റുകളാണ്. അത് ബഗ്ഗിയിൽ അവരിന് പ്രത്യേകമായിട്ട് ഒരു റിമോട്ടുണ്ട്. അതിൽ അമർത്തുകയാണ് ഡ്രൈവർമാർ ചെയ്യുക. ഇങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് തൊഴുത്ത് പോലെയുള്ള ഏരിയകൾ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് ഇതെവിടെ എത്തിയപ്പോൾ ക്രൊക്കഡൈലിൻ്റെ ചിത്രമൊക്കെ കാണുന്നുണ്ട്. കുറേ പേര് അവിടെ നിന്ന് ക്രൊക്കഡൈലിൻ്റെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുതലകളും ഉണ്ട്, ടൈഗർ മാത്രമല്ല കേട്ടോ അവിടെ. നമ്മൾ സാധാരണ ടൈഗർ, അതായത് കടുവയെ പുലി എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഇടയ്ക്ക് പുലിന്ന് ഇറങ്ങി എന്നൊക്കെ പറയും. അത് ഇതിനെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങി നേരെ ഒരു ചേച്ചി വന്നിട്ട് വിളിച്ചു, നമുക്ക് ടൈഗറുമായിട്ട് ഫോട്ടോ എടുക്കേണ്ട സ്ഥലം കാണിച്ചു തരാം, അവിടെ പോയി നിന്നോളാൻ പറഞ്ഞു. നിങ്ങളൊക്കെ പല വ്ളോഗിലും കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള ടൈഗറുകളുമായിട്ട് ഫോട്ടോ എടുക്കുന്നത്. ഇതൊക്കെ വലിയ സൈസ് കേട്ടോ. കാണുമ്പോൾ ഒരു പശുക്കുട്ടിയുടെ വലുപ്പമുണ്ട്. എന്തായാലും നിങ്ങൾക്ക് നേരിട്ട് വന്ന് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ചെറിയ ഗാർഡനൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരുപാട് പേരിനെ കാണാം. നമുക്കെന്തായാലും ഇനി ടൈഗറിനെ ഫോട്ടോ എടുക്കുന്ന കാഴ്ചകളാണ് ഇനി കാണിക്കാൻ വന്നത്. അവിടെ ലയനും ഉണ്ട് കേട്ടോ. അതായത് സിംഹവും പുലിയും കടുവയും ചേർന്നുള്ള കുറേ ഫോട്ടോസ് നമുക്ക് എടുക്കാം. അതിനുള്ള ടിക്കറ്റാണ് കേട്ടോ നമ്മൾ ആദ്യം കാണിച്ചത്. അപ്പോൾ ഇവിടെ ചെറിയൊരു ക്യൂ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് ഉള്ളിലുള്ള കാഴ്ചകൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇവിടെ പ്രദേശം എങ്ങനെ വെച്ചാൽ നമ്മുടെ കേരളം പോലെ തന്നെയുണ്ട് കേട്ടോ കാണാൻ. ഏതാണ്ട് കേരളത്തിൻ്റെ അതേ ഭൂപ്രകൃതി തന്നെയാണ് ഇവിടെയും. ഒരേ കടൽ പങ്കിടുന്ന രാജ്യങ്ങളാണല്ലോ കേരളത്തിൻ്റെ ആ ഭാഗവും അതുപോലെ തന്നെ ഈ തായ്ലാൻഡിൻ്റെ ഈ ഭാഗവും. കുറേ ആൾക്കാർ നിന്ന് മടുത്തിട്ട് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തിരക്ക് അങ്ങനെയാണ്. ഈ പുലികളെല്ലാം കടുവ എന്തായാലും ഭയങ്കര ഫേമസാണ്. കാരണം ഇവിടെ ഒരുപാട് വ്ളോഗേഴ്സും അതുപോലെ തന്നെ ഫേമസ് ആയ ആൾക്കാരും വന്ന് ഇവിടെ വെച്ച് ഫോട്ടോ എടുത്തപ്പോൾ ഈ കടുവകളെല്ലാം ഭയങ്കര സെലിബ്രിറ്റീസായി. പിന്നെ അതുകൂടാതെ ഈ കാണുന്ന സിംഹങ്ങളില്ലേ, ഈ സിംഹങ്ങളിലെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കട്ടോ. നമ്മൾ ആട്ടിൻകൂട്ടിൽ കയറിയ ഒരു സ്മെല്ല് കാണില്ലേ, അതുപോലെ തന്നെ സിംഹക്കൂട്ടിലും കയറിയ ഒരു സ്മെല്ലുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു രോമം പൊടിഞ്ഞിട്ടുണ്ടായ ഒരു സ്മെല്ലായിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ വിസർജനമൊക്കെ കഴുകി വിടുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ. നമ്മൾ ഈ ആട്ടിൻകൂട്ട് കയറിയ എങ്ങനെയുണ്ടാവും അതുപോലത്തെ ഒരു സ്മെല്ലാണ്. ഇവിടെ കണ്ടില്ലേ, അതിനെ പരിപാലിക്കുന്ന ആളും അതും തമ്മിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഒരു പൂച്ചക്കുട്ടി കളിക്കുന്ന രീതിക്കാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ടേൺ ഏതാണ്ടായി. അപ്പം നമ്മളിനി കയറിയിട്ട് അവിടെ എടുക്കുന്ന ഫോട്ടോസൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത് കേട്ടോ. ആ കാണുന്ന ദൂരെ കാണുന്ന കടുവയുടെ ഒപ്പമാണ് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ഇവിടെ തീറ്റയ്ക്ക് പഞ്ഞൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തീറ്റ കഴിഞ്ഞതും ആൾക്കാർ കുറേ എണ്ണം കിടന്നുറങ്ങാൻ തുടങ്ങി. മറ്റേവന്മാർക്കാണെങ്കിൽ നല്ല കട്ടപ്പണിയാണ്. നമ്മളെ നിർത്തി ഫോട്ടോ എടുക്കലാണ് അവന്മാരുടെ ജോലി. പിന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത ശേഷം പുറത്ത് സൂവിലിട്ടോ ഇറങ്ങി. സൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കേജുകൾ, അതിൽ കുറേ സിംഹങ്ങളെയും അതുപോലെ തന്നെ ടൈഗേഴ്സിനെയൊക്കെ ഇട്ടിട്ടുണ്ട്. അവരെ വെച്ച് കാണാൻ പറ്റും. പിന്നെ അത് കിട്ടിയ സമയവും ഡേറ്റും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര വെയിറ്റാണ് ആ കടുവയ്ക്ക്, എത്ര വയസ്സായി എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കിടക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് ഭക്ഷണമെല്ലാം മുകളിൽ ഒരു റാക്കിലൂടെയാണ് എത്തിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ടിക്കറ്റിൽ നിന്നാണ് ഇവർക്ക് കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് കൊടുക്കുന്നത് ഗവൺമെൻറ്. അത് നല്ലൊരു സംവിധാനം തന്നെയാണ് കേട്ടോ. ഇവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മളുടെ ഡൊണേഷൻ പോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന രീതിക്ക് ഈ ടൈഗേഴ്സിനൊക്കെ ഫീഡ് ചെയ്യാനുള്ള കാഴ്ചകൾ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകും. നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇറച്ചിയെടുത്ത് അതിലിട്ട് കൊടുക്കുന്നു എന്നുള്ള ഒരു കാഴ്ചയുണ്ട് കേട്ടോ. അതായത് ഫീഡ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. പിന്നെ ഇവിടെ നിന്നിട്ട് കുറേ പേര് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നല്ല രസമുള്ള ഗാർഡനാണ്. അതുപോലെ തന്നെ വേറെ കുറേ മൃഗങ്ങളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ
ചെടിച്ചട്ടിയൊക്കെ വെച്ചിരിക്കുന്ന ഡിസൈൻ കണ്ടില്ലേ, ചെടിച്ചട്ടിയാണ് ആ മരത്തിൽ അങ്ങനെ തൂക്കിയിരിക്കുന്നത് കേട്ടോ. ഇതൊരു പ്ലാസ്റ്റിക് മരമാണ്. എന്തായാലും ഇതൊക്കെ കാണാൻ നല്ല രസമില്ലേ, ഈ പൂക്കളൊക്കെ കാണാൻ. അതുപോലെ തന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ കുറേ മൃഗങ്ങളുണ്ട് കേട്ടോ. ആടിൻ്റെ ഒരു രൂപമൊക്കെ ഉണ്ട്, പക്ഷെ ആടാണ് വേറൊരു വെറൈറ്റി കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണുന്ന ആടൊന്നുമല്ല. ഒരുപക്ഷെ ഇതൊക്കെയായിരിക്കും ഈ സിംഹത്തിനും പുലിക്കൊക്കെ കൊടുക്കുന്നത്. ഞാൻ വെറുതെ പുലി എന്നാണല്ലോ പറയുന്നത്, വേറെ ഒന്നുമല്ല. പുലിമുരുകൻ സിനിമയിൽ പുലി എന്ന് പറഞ്ഞ് കാണിക്കുന്ന കടുവയാണ്. പിന്നെ അതിന് ശേഷം എൻ്റെ വായിൽ നിന്ന് എന്നും പുലി എന്നാണ് ഇതിനെക്കുറിച്ച് വരുന്നത്. അപ്പോൾ ഇതാണ്ടല്ലേ നമ്മുടെ മലയാളികൾ വേറെ ഏതോ നാട്ടിൽ നിന്ന് വന്നവർ ഇവിടെ വന്ന് അതിന് ഫീഡ് ചെയ്യുന്നത്. ചെറിയ ഇലയൊക്കെ കൊടുത്താൽ അത് അടുത്ത് വന്ന് നിൽക്കും. നല്ല രസമുള്ള ആട്ടിൻകുട്ടികളാട്ടോ. എല്ലാം ഇത്ര തന്നെ സൈസുള്ളൂ. കുട്ടികളാണെങ്കിലും വലുതാണെങ്കിലും അധികം സൈസ് വരുന്നില്ല. ഇവിടെ ഒരു കുഞ്ഞൻ മൊയിൽ കണ്ടോ, നമ്മളിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിന്നുന്നുണ്ട്. അതുപോലെ തന്നെ അത് കുറേ ഇലയെല്ലാം പെറുക്കി തിന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെയാണ് കുറേ ഷോസ് ഉള്ളത്. ഷോ എല്ലാം ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ ക്രൊക്കഡൈലിൻ്റെ ഷോ ഉണ്ട്. അത് പക്ഷേ ഇപ്പോൾ അടച്ചിരിക്കുകയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാത്തത് നന്നായി. ഇവിടെ ഓരോ ഷോയിനും നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇങ്ങോട്ട് പോകണമെങ്കിൽ വേറെ ക്രൊക്കഡൈലിൻ്റെ വേറൊരു ഷോ ഉണ്ട്. അത് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ കാണാം. നമുക്ക് ടിക്കറ്റ് എടുക്കണമെന്നറിയില്ല. പോയി ചോദിച്ചപ്പോൾ അവർ ടിക്കറ്റ് എടുക്കണം എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളങ്ങനെ കയറിപ്പോയി ചോദിച്ചു കേട്ടോ. ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ഞങ്ങളുടെ പാക്കേജിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുഴപ്പമില്ല, നമ്മളും വിചാരിച്ചു വേറെ കാഴ്ചകളെല്ലാം കാണുന്നത്. ഇതൊരു അരാപ്പൈമയുടെ ഒരു കുളമാണ്, പക്ഷെ അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു കേട്ടോ. ഇപ്പോൾ അരാപ്പൈമയൊന്നും ഇല്ല. അപ്പം നമ്മൾ വേറെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് പോകാം. ഇവിടെ നിന്ന് കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് ക്രൊക്കഡൈൽ ഷോ എന്ന് പറയുന്നത്. ഒരാൾ ഇങ്ങനെ മുതലയുമായിട്ട് ഇങ്ങനെ കുറേ കാണിക്കുന്നു. അവർക്ക് മുതലയുടെ മുന്നിൽ കുറേ ടോയ്സൊക്കെ വെച്ചിട്ട് മുതലയെ വെച്ച് ഇങ്ങനെ കാണിക്കുന്ന കുറേ രംഗങ്ങളാണ് കാണുന്നത്. അതെനിക്ക് തോന്നുന്നു അത്ര വർത്തിയില്ലെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാതെ നേരെ അടുത്ത കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്ര വലിയ സഫാരി പാർക്കൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് ടയേർഡായി കഴിഞ്ഞാൽ ഇവിടെ മരത്തണലിൽ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അതിങ്ങനെ ചെയ്ത് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാഴ്ച കണ്ട്. ദേ കണ്ടില്ലേ, ഒരു ചേച്ചി, ഒരു പെൺകുട്ടി അവരുടെ ഡ്രസ്സ് മുഴുവൻ തേളിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കാഴ്ചയായിരുന്നു. മൂപ്പര് അതിനെ പിടിച്ചിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞ് പിടിച്ചോളാം എന്ന് പറയുന്നത്. അത് എന്തിനാണെന്ന് അറിയില്ല. പോയി നോക്കിയപ്പോഴാണ് കണ്ടത് അതൊരു ഡൊണേഷൻ ബോക്സാണ്. ആ കുട്ടിക്ക് അതിൽ നിന്ന് ഒരു കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഈ തേളുകളെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ജെനറ്റിക്കൽ ഇതാണെന്ന് പറയുന്നു, ബ്ലെസ്സിങ്സ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഈ തേള് അതിനൊന്നും ചെയ്യില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്കും തേളാട്ടോ. ഞാൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്തിരിക്കുക എന്നാണ് വിചാരിച്ചത്, പക്ഷേ അത് മുഴുവൻ തേളാണ്, ജീവനുള്ള യഥാർത്ഥ തേള്. അതിലാണെങ്കിൽ വിഷം എല്ലാം ഉണ്ട്. എല്ലാം ഫ്രഷായിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുക. അപ്പം നമ്മളും അതിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ചെറിയൊരു എമൗണ്ട് ഡൊണേഷനായി കൊടുക്കണം. അപ്പം നമ്മളത് കൊടുത്തിട്ട് നമ്മൾ എന്തായാലും ഫോട്ടോ എടുക്കാമെന്ന് കരുതി. No. എന്തല്ലേ സ്കോർപ്പിയൻ ക്യൂണിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ ഒരു പെൺകുട്ടി കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ അവർ കാശുണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈഗറുമായിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കേണ്ട സെഷനാണ്. ഇവിടെയും നമുക്ക് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൊണേഷൻ കൊടുത്തിട്ടൊക്കെ ഈ ടൈഗറുമായിട്ട് ഫോട്ടോ എടുക്കാം. എൻ്റെ അമ്മ പറയാറുണ്ടായിരുന്നു, വാർത്തയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പുലിമുരുകൻ സിനിമയിൽ ഇവിടെ വന്നിട്ട് ഈ കടുവയായിട്ടുള്ള രംഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് പോയിട്ട് അതിൽ മിക്സ് ചെയ്തെന്ന്. അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ചിലപ്പോൾ ഈ കടുവകളിൽ ഏതെങ്കിലും ഒന്നും ആയിരിക്കും കേട്ടോ. അവിടെ നിന്നിറങ്ങി നമ്മൾ ആദ്യം കണ്ട കേജിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കടുവകളുള്ളത്. അതുകൂടാതെ തന്നെ ഇതാ കാണിക്കുന്നത് കണ്ടോട്ടോ, ജസ്റ്റ് ഒന്ന് കാണണേ. കടുവയുടെ മാർക്കിംഗ് ആണ്, ടെറിട്ടറി മാർക്കിങ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ബാക്കി എല്ലാ എണ്ണവും
തിന്ന് റെസ്റ്റ് എടുക്കുക കേട്ടോ, കിടന്നുറങ്ങുക. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കാര്യം ഓർമ്മ വരുന്നത്, നമ്മുടെ നാട്ടിലെ ബംഗാൾ, അതായത് ഇന്ത്യയിൽ കാണുന്ന ടൈഗേഴ്സാണ് ഇവിടെ എല്ലാം ഉള്ളത് കേട്ടോ. ഇത് ഈ കാണുന്നതാണ് ഞാൻ വീഡിയോയിൽ കുറച്ച് മുമ്പ് പറഞ്ഞ കാഴ്ച. അതായത് നമ്മൾ ആ റാക്ക് കണ്ടോ, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഓരോരോ ബോക്സുകളാണ്. ആ ബോക്സുകളിലെല്ലാത്തിലും ഇറച്ചി കാണും. ഓരോ ബോക്സിലും നമ്മൾ ഡൊണേഷൻ ചെയ്ത പൈസ വെച്ചിട്ട് അവർ ഇറച്ചി ഇട്ട് കൊടുക്കും. ആ ഇറച്ചി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ബക്കറ്റ് പോലെയുള്ള ആ പാത്രത്തിൽ കൂടെ വന്ന് ഈ കടുവകളുടെ കൂട്ടിലോട്ട് വീഴും. അപ്പോൾ അതിനെ എടുത്ത് കഴിക്കാൻ പറ്റും. അപ്പം നമ്മൾക്ക് നമ്മുടെ ഡൊണേഷൻ വെച്ച് പുലികൾ അല്ലെങ്കിൽ കടുവകളൊക്കെ ഇവിടെ ഇങ്ങനെ കഴിക്കുന്നത് കാണാനുള്ള കാഴ്ചയുണ്ട് കേട്ടോ. അതിനും പ്രത്യേക പൈസ കൊടുക്കണം. നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. നമ്മളിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള യാത്ര ചെയ്ത് കാരണം ഇതെല്ലാം നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ എല്ലാ കടുവകൾക്കും ഭക്ഷണം കഴിച്ച് മതിയായിട്ട് ഇരിക്കുന്ന ഒരുപാട് കടുവകളുണ്ട് ഇവിടെ. അതുകൂടാതെ തന്നെ എല്ലാം കഴിച്ച് പകുതി വേസ്റ്റാക്കുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ അവർ അതിന് ഒരു പരിധിക്കപ്പുറം ഇട്ട് കൊടുക്കുന്നില്ല. അത് ഒരു അളവിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ കഴിച്ച് ഒരു സൈഡിൽ കിടന്നോളും. ടൈഗറുടെ കാഴ്ചയെല്ലാം കണ്ട് വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ശീതളപാനീയങ്ങൾ എന്തെങ്കിലും കഴിക്കാം, അതുപോലെ സ്നാക്സ് ഒക്കെ കഴിക്കാം. ഇവിടെ ഇളനീരിന് 80 ബാത്താണ് കേട്ടോ, അതായത് നാട്ടിൽ 200 രൂപയോളം വരും. അതുപോലെ തന്നെ കുടിവെള്ളത്തിനാണെങ്കിൽ 20 ബാത്ത്, അതായത് നാട്ടിൽ ഒരു 50 രൂപ വരും. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ക്രൊക്കഡൈൽ ഫീഡിങ് സെൻറ്ററിലോട്ട് പോയി. ഇവിടെ വലിയൊരു കിടങ്ങിൽ നിറയെ ക്രൊക്കഡൈൽ, നിറയെ മുതലകളും ചീങ്കണ്ണികളുമാണ് ഉള്ളത് കേട്ടോ. എല്ലാം കൂടി കൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ നോക്കുമ്പോൾ എല്ലാം വെയിൽ കാഞ്ഞ് കിടക്കുക കേട്ടോ. കുട്ടികളും വലുതും അടങ്ങുന്ന ഒരുപാട് ഗ്യാങ്ങുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് എന്താ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ തന്നെ ആയിരിക്കണം. പിന്നെ ഫിഷ് വല്ലതും കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ച് റെസ്റ്റ് ചെയ്തിരിക്കുക. നമ്മൾ പോയപ്പോൾ തന്നെ രാവിലെ നേരത്തെ ആയതുകൊണ്ടാണ് ഇതിനെല്ലാം കാണാൻ പറ്റിയത്. കുറച്ചും കൂടി വൈകുവാണെങ്കിൽ ഇത് വെള്ളത്തിൽ കയറി കിടക്കുക അത്ര. ഇത് രാവിലെ ആയതുകൊണ്ടാണ് ഈ വെയിൽ കൊണ്ട് കാഞ്ഞ് കിടക്കുകയാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ അതും കഴിഞ്ഞ് അതിന് തൊട്ടടുത്തുള്ള വലിയ മുതലകളെ കാണാൻ പോയി. ഇവിടെയാണ് കേട്ടോ കുറച്ചും കൂടി വലിയ മുതലകളുള്ളത്. ഇതും വലിയൊരു കുളത്തിൽ തന്നെയാണ്, അതും കിടങ്ങ് തന്നെയാണ്. അങ്ങോട്ട് നോക്കിയാൽ കുറേ മുതലകൾ വെയിൽ കാഞ്ഞ് കിടക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇതും വലിയൊരു ക്രൊക്കഡൈൽ പാർക്ക് തന്നെയാണ്. അതായത് ടൈഗറിനെ മാത്രമല്ല, നമുക്കിവിടെ ക്രൊക്കഡൈലിനെ അടുത്ത് വെച്ച് കാണാം കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ ഈ സൈഡിലായിട്ട് വേറെ ക്രൊക്കഡൈൽസും ഉണ്ട്, നമുക്ക് അതും കാണാം കേട്ടോ. കുഞ്ഞു കുഞ്ഞു ക്രൊക്കഡൈൽസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതെന്തായാലും പോയി കാണണം. കിടക്കുന്ന ബേബി ക്രോക്കഡൈൽസ്, ഇത് ചീങ്കണ്ണിയാണോ മുതലയാണോ എന്നറിയില്ല കേട്ടോ. നമുക്ക് ശരിക്കും അറിയുന്നവർക്ക് മാത്രമേ ഇത് തിരിച്ചറിയാൻ കഴിയുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വേറെ വേറെ തരത്തിലാണ് കാണുന്നത്. ഓരോ നാട്ടിലും ഓരോ ചീങ്കണ്ണിക്ക് ഓരോ കളർ ഉണ്ടാവും. എന്നാലും കോമൺ ആയിട്ടാണ് ചീങ്കണ്ണിയും മുതലയ്ക്കെല്ലാം പാറ്റേൺ ഉള്ളത് കേട്ടോ. ഇതൊരു കുഞ്ഞ് ടാങ്കാണ്. കുഞ്ഞ് ടാങ്കും അതിന് പറ്റിയ ഒരു സറൗണ്ടിങ്സും ഉണ്ടാക്കിയിട്ട് ഒരു കൊടുത്തിരിക്കുന്നത്. ചെറിയ കുഞ്ഞ് അധിക ആഴമില്ലാത്ത വെള്ളത്തിലാണ് അതിങ്ങനെ നടക്കുന്നത്. ഇതെല്ലാം കൂടി ചേർന്ന് ഇങ്ങനെ തണുപ്പ് വറ്റി കിടക്കുക എന്ന് പറയില്ലേ, ചൂടൊക്കെ ഇങ്ങനെ കാഞ്ഞ് വെയിൽ കാഞ്ഞ് കിടക്കുക കേട്ടോ. ഇതൊരു സെലിബ്രിറ്റി മുതലായിരിക്കണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് നേരെ ഒരു സെപ്പറേറ്റ് റൂമാണ്. പിന്നെ അതുകൂടാതെ തന്നെ വെള്ളച്ചാട്ടമുള്ള ഒരു പൂളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും കാര്യം കൊള്ളാം. അടുത്ത് വെച്ച് കാണാൻ പറ്റുന്നില്ല, എന്നാലും കാണാൻ അടിപൊളി കേട്ടോ. അവരുടെ ഒരു ആംബിയൻസ്, അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടുള്ള ലൈവ് ചെടികളും കാണാം കേട്ടോ. അങ്ങനെ ഇവിടുത്തെ എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് ടൈഗർ ടോപ്പിയുടെ എൻട്രൻസിലോട്ട് പോകും കേട്ടോ. ഇവിടെ നിന്ന് നേരെ നമ്മളിന്ന് പട്ടായിലോട്ട് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ പോകുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഫ്രണ്ടിൽ തന്നെ കുട്ടികൾക്കായിട്ട് മുതിർന്നവർക്കായിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് ടോയ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സമയം പോകണമല്ലോ, കുട്ടികൾക്കൊക്കെ നിന്ന് കളിക്കാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഒരു ഏരിയ തന്നെയുണ്ട് കേട്ടോ. ഒരു പ്ലേ ഗ്രൗണ്ട് പോലെ അവിടെ എല്ലാ ടോയ്സും മറ്റുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കാശ് കൊടുത്ത് അതൊക്കെ വാങ്ങാൻ പറ്റും. അവിടെ ഷോപ്സ് ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഒരുപാട് ഇങ്ങനെ റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ പിന്നെ ഉള്ളത്.
നമ്മുടെ ദേഹത്ത് ഒട്ടിച്ച സ്റ്റിക്കർ പറിച്ച് താഴെ കളയുന്നതിന് പകരം എന്താ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമില്ലേ? എല്ലാവരും ഒട്ടിച്ചിട്ടുണ്ട്, അപ്പോൾ കാണാൻ ഭംഗിയുള്ള കാരണം നമ്മൾ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്ത ഏരിയയിലോട്ട് വന്നിരിക്കണം. ഈ നിറയെ വണ്ടികളാട്ടോ, ഇവിടെ നിറച്ചും വണ്ടികളാണ്. ഇതെല്ലാം നമ്മളെപ്പോലെയുള്ള ടൂറിസ്റ്റുകൾ വന്ന വണ്ടികളാണ്. അപ്പം നമ്മളുടെ വണ്ടിയിലോട്ടാണ് നേരെ പോകുന്നത്. ഇനി അവിടെ നേരെ പട്ടായിലോട്ട് പോകണം. ഇനി പട്ടായിലെ കാഴ്ചകളായിരിക്കും കേട്ടോ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത്. ആ വെള്ള വണ്ടിയില്ലേ, അത് ഫോർഡിൻ്റെ റേഞ്ചർ എന്ന് പറഞ്ഞ സീരീസിൽ പെട്ട വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കാത്ത് ഇതാ ഡ്രൈവർ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ അതിൽ കയറി. ഞാനിപ്പോൾ ഫസ്റ്റ് ഫ്രണ്ടിലുള്ള സീറ്റാണ് പിടിച്ചിരിക്കുന്നത് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഫ്രണ്ടിലിരുന്നാലാണ് നല്ലൊരു വ്യൂ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഫ്രണ്ടിലിരിക്കണം. ഇനി നമുക്ക് പട്ടായയിലോട്ടുള്ള റോഡുകളും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു ദെൻ, ബൈ ബൈ.